പഞ്ചകൈലാസം താണ്ടിയെത്തിയ പ്രദീപ് പെരിയ ശിവരാമൻ്റെ കൂടെ ഒരു യാത്ര അങ്ങ് കൊട്ടിയൂർക്ക്. പോകുന്ന വഴിയെ ഇളനീരാട്ടത്തിനായി ഇളനീർ കാവുമേന്തി കാൽനടയായി പോകുന്ന ഭക്തരെ കണ്ടു. തീവ്രമായ വ്രതവും ചിട്ടയോടും കൂടിയുള്ള ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ ഈ യാത്രക്കൊരുങ്ങുന്നത്. കുറിച്യൻ കണ്ട സ്വയംഭൂവായ ശിവലിംഗത്തിൽ നിന്ന് വന്ന ചോര നീരഭിഷേകവും നെയ്യഭിഷേകവും കൊണ്ട് നിൽക്കാതെ വന്നപ്പോൾ ഇളനീരഭിഷേകത്തിൽ നിന്നു എന്നാണ് ഐതിഹ്യം. അന്നു മുതൽ മലബാറിലെ തീയ വംശജരാണ് ഇളനീരാട്ടത്തിന് തയ്യാറെടുക്കുന്നതും ഇളനീരും കൊണ്ട് കൊട്ടിയൂർക്ക് കാൽനടയായി യാത്ര ചെയ്യുന്നതും. നൂറ്റാണ്ടുകളായി നടന്നു പോകുന്ന ഈ ആചാരത്തിന് ഓരോ ദേശത്തും ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ കാരണവന്മാരാണ്. തികച്ചും പ്രതികൂലമായ കാലാവസ്ഥയിലും ഭക്തജനങ്ങളുടെ തിരക്ക് ഈ പുണ്യഭൂമിയുടെ ദിവ്യ ചൈതന്യം എന്താണെന്ന് ശരിക്കും നമ്മെ മനസ്സിലാക്കി തന്നു. ഇവിടുത്തെ മരങ്ങൾക്കും പുഴയ്ക്കും എന്തിന് കല്ലുകൾക്ക് പോലും നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് എന്നുള്ള സത്യം നമ്മൾ അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കും. കല്ലുകൾ ഉരച്ച് ചന്ദന സമാനമായ കുറി തൊടുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. സതീദേവി കളഞ്ഞുപോയ കല്ലുകളെന്ന് ഐതിഹ്യം. ഭക്തജന പ്രവാഹം കണ്ടപ്പോൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ച ദിവസം തെറ്റിപ്പോയോ എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. പക്ഷേ അത് പാടെ മായ്ച്ചു കളയുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള സംഭവം. യാഗഭൂമിയിൽ നമ്മൾ എത്തേണ്ട സമയത്തായിരുന്നു ശീവേലിയുടെ തുടക്കം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒട്ടും കലർപ്പില്ലാതെ ഇന്നും നടന്നു പോകുന്ന കൊട്ടിയൂർ പോലെയുള്ള ക്ഷേത്രങ്ങൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാകും. പ്രകൃതി കൂടി കനിഞ്ഞിറങ്ങിയപ്പോൾ ഒരു ക്യാമറാമാൻ്റെ ആംഗിളിൽ നിന്ന് ഈ വിഷ്വൽസ് കാണുമ്പോൾ രാജമൗലി സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന പല ഫ്രെയിംസും നമ്മുടെ മുന്നിലിങ്ങനെ തെളിയുകയായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നും മാറാത്ത വർഷാവർഷങ്ങളായി ഒരേ രീതിയിൽ തന്നെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു വരുന്ന ഒരുപാട് ആചാരങ്ങളുടെ ദൃശ്യാവിഷ്കാരം. തൻ്റെ പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗത്തിന് ക്ഷണിക്കപ്പെടാതിരുന്നിട്ടും ശിവപത്നിയായ സതീദേവി എത്തുന്നു. കൈലാസനാഥൻ പരിഹസിക്കപ്പെടുന്നതിൽ മനം നൊന്ത് സതീദേവി ആ യാഗാഗ്നിയിൽ ആത്മാഹൂതി ചെയ്യുന്നു. കുപിതനായ ആദിയോഗിയുടെ ജടയിൽ നിന്ന് വീരഭദ്രൻ ഉടലെടുക്കുകയും യാഗഭൂമി താണ്ഡവഭൂമിയായി മാറുകയും ചെയ്യും. ഒടുവിൽ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അപേക്ഷയിൽ ബ്രഹ്മപുത്രനായ ദക്ഷന് ആടിൻ്റെ തലയോടുകൂടി പുനർജന്മം. ഇത് ഇവിടുത്തെ പ്രകൃതിയും കാറ്റും പുഴയും പറയുന്ന ദിവ്യമായ ഐതിഹ്യം.